ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റുന്നുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അതും ഈ അരിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊരു 6-5 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറെങ്കിലും വേണം കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഈ അരി കുറച്ച് പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നാളികേരം ചിരകിയതും പിന്നെ 1/2 ഗ്ലാസ് ചോറ്, അത് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വേറെ നാളികേരമൊന്നും ചേർക്കണ്ട, അരിയും ഉലുവയും മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ വയലുള്ളതൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം കൈ വെച്ച് നല്ല പോലെ തന്നെ കുത്തി ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ മാവ് നല്ല പോലെ പൊന്തി വരുള്ളൂ. പിന്നെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ടും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ കൈയൊക്കെ വെച്ച് ഇളക്കി അത് നമുക്കിനി അടച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 6-5 മണിക്കൂർ മാവ് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അരി അരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര കുറവ് തോന്നുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ക്യാരറ്റും ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇല്ലെങ്കിൽ സബോള ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ സബോളയാണ് കേട്ടോ, ഉള്ളിയല്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പേരിന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ണികൾക്ക് ഉള്ള കാരണം കൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തില്ല കേട്ടോ. വലിയ ആൾക്കാർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പച്ചമുളക് ചേർക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ആ വെള്ളയപ്പച്ചട്ടിയിലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ആ വെള്ളയപ്പച്ചട്ടിയിൽ കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. നെയ്യ് ആവശ്യമില്ല, നമുക്ക് വിട്ടു പോരുന്നതാണ്. എന്നാലും ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് മാവൊന്ന് ചൂടായി വരുമല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് മുകളിലായിട്ട് ക്യാരറ്റും പിന്നെ സബോളയും അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഭാഗം നല്ലപോലെ തന്നെ ഉള്ളും നല്ലപോലെ തന്നെ വെന്ത് വരും എന്തായാലും. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും അങ്ങനെ ചെയ്തെടുക്കാം. കല്ല് നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് കൊടുക്കാം. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ എനിക്ക് ആദ്യത്തെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടാലറിയാം, ഞങ്ങൾക്ക് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. നമുക്കിത് കഴിക്കുമ്പോൾ ഉലുവയുടെയും ഉള്ളിയുടെയും ക്യാരറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിത് പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാം. നമ്മുടെ കുക്കറപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിലിങ്ങനെ ഞാരില്ലേ, അതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.